Dear students, welcome to the class of Engineering Thermodynamics. In this class, we will discuss the topics enthalpy, specific heats, then specific heat relation of ideal gases. First one, enthalpy. The sum of internal energy and pressure volume product is called enthalpy, H. Enthalpy denoted in the symbol capital H. Okay, that's how define ചെയ്തിരിക്കുന്നത് mathematically. It is the sum of internal energy and pressure volume product. That is H is equal to U plus PV. U എന്ന് പറയുന്നത് internal energy. P pressure, V volume. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ജൂൾ. ഇപ്പം internal energy, എനർജിയുടെ യൂണിറ്റ് ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ഇതൊരു ഡയമെൻഷണലി ഹോമോജീനിയസ് ഇക്വേഷൻ ആയതുകൊണ്ട് എല്ലാ ടേമിൻ്റെ യൂണിറ്റും എന്തായിരിക്കും? ജൂൾ തന്നെ ആയിരിക്കും. മീൻസ് എൻതാൽപ്പിയുടെ യൂണിറ്റ് ജൂൾ. ഓക്കെ, ഈ പി വി നോക്കുക, പ്രഷർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, വോളിയം മീറ്റർ ക്യൂബ്, മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ന്യൂട്ടൺ മീറ്ററിലും ജൂൾ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഒരു എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് വാട്ട്? ഇൻറ്റേർണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം പ്രൊഡക്റ്റ്. ഞാൻ പറഞ്ഞു എൻതാൽപ്പി ഒരു പ്രോപ്പർട്ടിയാണ്, കോമ്പിനേഷൻ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? കാരണം ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, പ്രഷർ വോളിയം ഇത് രണ്ട് പ്രോപ്പർട്ടിയാണ്. മീൻസ് അതിൻ്റെ കോമ്പിനേഷൻ എന്തായിരിക്കും? ഒരു പ്രോപ്പർട്ടി ആയിരിക്കും. എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ അതൊരു പോയിൻ്റ് ഫംഗ്ഷനാണ്. ഓക്കെ, സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ പോയിൻ്റ് ഫംഗ്ഷൻ ആയിരിക്കും. അറ്റ് എനി സ്റ്റേറ്റ് വി ക്യാൻ ഫൈൻഡ് ദി എൻതാൽപ്പി. ഓക്കെ, എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് എ പ്രോസസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ഫോളോഡ്. അതായത് ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്തിൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്താണ്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ? എൻഡ് പോയിൻറ്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. എൻതാൽപ്പി ഒരു പോയിൻ്റ് ഫംഗ്ഷനാണ്, പാത്ത് ഫംഗ്ഷൻ അല്ല. ഓക്കെ, അത് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി ആണ്. സ്പെസിഫിക് എൻതാൽപ്പി. ഓക്കെ, സ്പെസിഫിക് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താണ്? കറസ്പോണ്ടിങ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ മാസ്. ഓക്കെ, സ്പെസിഫിക് എൻതാൽപ്പി എന്ന് വെച്ചാൽ അന്നേരം എന്തായിരിക്കും? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഡിവൈഡ് ബൈ മാസ്. എൻതാൽപ്പി ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദ സിസ്റ്റം ഓർ മാസ് ഓഫ് ദ സിസ്റ്റം. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം. ഓൾറെഡി പറഞ്ഞതാണ്. സ്മോൾ എച്ച് എന്ന് പറയുന്നത് സ്പെസിഫിക് പ്രോപ്പർട്ടീസൊക്കെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ എച്ച് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എച്ച് ഡിവൈഡ് ബൈ എം. ക്യാപിറ്റൽ എച്ച് എന്താണ്? യു പ്ലസ് പി വി, ക്യാപിറ്റൽ യു പ്ലസ് പി വി ഡിവൈഡ് ബൈ എം. യു ബൈ എം പ്ലസ് പി വി ബൈ എം. യു ബൈ എം എന്താണ്? സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി. ക്യാപിറ്റൽ യു ബൈ മാസ് ഈസ് ഈക്വൽ ടു സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി. ഓക്കെ, പ്ലസ് പി വി ബൈ എം. ഇവിടെ വി ബൈ എം എന്താണ്? സ്പെസിഫിക് വോളിയം. ഓക്കെ, വോളിയം എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ദാറ്റ് ഈസ് ഡിവൈഡ് ബൈ മാസ് മീൻസ് സ്പെസിഫിക് പ്രോപ്പർട്ടി. ഓക്കെ, ദാറ്റ് ഈസ് സ്മോൾ എച്ച് ഈസ് ഈക്വൽ ടു സ്മോൾ യു പ്ലസ് പി ഇൻറ്റു സ്മോൾ വി. ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഡിവൈഡ് ബൈ മാസ് ചെയ്തുകൊണ്ട് ജൂൾ പെർ കിലോഗ്രാം ആയിരിക്കും ഇതിൻ്റെ യൂണിറ്റ് ഉണ്ടാവുക. അതായത് എൻതാൽപ്പി ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി വെറാസ് specific enthalpy is an intensive property. ഓക്കെ, ഇനി നമ്മൾ ഒരു ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് എ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ്. ആ സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് മാത്രമേ ഇല്ലൂ. അങ്ങനെയാണെങ്കിൽ ആ ഹീറ്റ് ആഡ് ചെയ്യുന്നത് ഏത് പ്രോപ്പർട്ടിയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഡെറിവേഷൻ തീരുന്ന സമയത്ത് കറക്റ്റായിട്ട് മനസ്സിലാവും. കൺസിഡർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് എ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ് 1-2 during which only displacement work is present. Changes in kinetic energy and potential energy are negligible. ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ക്ലോസ്ഡ് സിസ്റ്റത്തിനാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓഫ് ഫിക്സഡ് മാസ്. അതേപോലെ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്, വോളിയം ഈസ് ഹെൽഡ് കോൺസ്റ്റൻറ്റ്. അതേപോലെ പി ഡി വി വർക്ക് മാത്രമേ ഉള്ളൂ. ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് മീൻസ് വർക്ക് ഡ്യൂ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സിസ്റ്റം ബൗണ്ടറി. പി ഡി വി വർക്ക് മാത്രമേ ഉള്ളൂ. കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ പി ഡി വി വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ജനറലായിട്ട് തുടങ്ങുന്നതാണ്. അതേപോലെ ചേഞ്ചസ് ഇൻ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് ആർ നെഗ്ലിജിബിൾ.
മീൻസ് ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻറ്റേർണൽ എനർജി മാത്രമായിരിക്കും. ചേഞ്ചസ് ഇൻ മാക്രോസ്കോപ്പിക് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് ആർ നെഗ്ലിജിബിൾ. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ എനർജി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം. ലാസ്റ്റ് ക്ലാസ് പറഞ്ഞതാണ്. ഫ്രം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ, ഇവിടെ ശരിക്കും എന്താണ്? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡി ഇ പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ് വേണ്ടുന്നത്. ഓക്കെ, നമ്മൾ ചേഞ്ചസ് ഇൻ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നേരെ ഡി ഇ ഈസ് ഈക്വൽ ടു ഡി യു എന്ന് എഴുതുക, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് മാത്രമേ ഇല്ലൂ. ദെൻ ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? പി ഡി വി. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് വർക്കിൻ്റെ എക്സ്പ്രഷൻ പി ഡി വി ആണ്. ഈ ഇക്വേഷൻ അങ്ങനെ ആകുമ്പോൾ അങ്ങനെ മാറും. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി. ഓക്കെ, ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. ആ സമയത്ത് ചേഞ്ച് ഇൻ വോളിയം ഡി വി ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് ഈസ് ഈക്വൽ ടു 0. ദെൻ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡി യു. ഓക്കെ, ഇനി ഒരു പ്രോസസ്സ് ഞാൻ 1-2 എന്ന് പറഞ്ഞ പ്രോസസ്സ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ 1 to 2 ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 ഡി യു. ഓക്കെ, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് Q2 മൈനസ് Q1 എഴുതാൻ വേണ്ടി പാടില്ല. കാരണം ഇത് ഇൻഎക്സാക്റ്റ് ഡിഫറൻഷ്യലാണ്, അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നത് പാത്ത് ഫംഗ്ഷനാണ്. ഓക്കെ, ഇവിടെ ഞങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അത് മീൻസ് ഇൻ്റഗ്രൽ 1 to 2 ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു എന്ത് വരും? Q12. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 ഡി യു എന്ന് വെച്ചാൽ U2 മൈനസ് U1. ഡി യു എന്ന് പറയുന്നത് എക്സാക്റ്റ് ഡിഫറൻഷ്യലാണ്, പോയിൻ്റ് ഫംഗ്ഷനാണ്. നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? U2 മൈനസ് U1 എഴുതാൻ വേണ്ടി പറ്റും. മീൻസ് അറ്റ് സ്റ്റേറ്റ് പോയിൻറ്റ് 2 ഇൻറ്റേർണൽ എനർജി വി ക്യാൻ ഫൈൻഡ് ദി ഇൻറ്റേർണൽ എനർജി. അതേപോലെ സ്റ്റേറ്റ് പോയിൻറ്റ് 1 പോയിൻ്റ് ഫംഗ്ഷനാണ്, വി ക്യാൻ ഫൈൻഡ് ദി ഇൻറ്റേർണൽ എനർജി. ഓക്കെ, മീൻസ് ഇവിടെ എന്താ മനസ്സിലായത്? ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഇൻക്രീസസ് ദ ഇൻറ്റേർണൽ എനർജി ഓഫ് ദി ക്ലോസ്ഡ് സിസ്റ്റം. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് ക്ലോസ്ഡ് സിസ്റ്റം, ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് മാത്രമേ ഇല്ലൂ, അതേപോലെ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്. മീൻസ് ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഇൻക്രീസസ് ദി ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ഹീറ്റ് സിസ്റ്റത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത് പോസിറ്റീവാണ്. മീൻസ് U2 ഗ്രേറ്റർ ദാൻ U1. ഓക്കെ, ബൈ സൈൻ കൺവെൻഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം എന്താണ്? പോസിറ്റീവാണ്. അത് പോസിറ്റീവ് ആവണമെങ്കിൽ U2 ഗ്രേറ്റർ ദാൻ U1. ഫൈനൽ സ്റ്റേറ്റിലെ ഇൻറ്റേർണൽ എനർജി ഇനീഷ്യൽ സ്റ്റേറ്റിനെക്കാട്ടിയും കൂടുതലാണ്. ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്തു. മീൻസ് ഒരു ക്ലോസ്ഡ് സിസ്റ്റം, അതിൽ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഏത് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യുന്നത് വെച്ചാൽ ഇൻറ്റേർണൽ എനർജിയാണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, പ്രൊവൈഡഡ് ഓൺലി ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് ഈസ് പ്രസൻറ്റ്. അടുത്തത്, കൺസിഡർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ് 1-2 ഡ്യൂറിങ് വിച്ച് ഓൺലി ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് ഈസ് പ്രസൻറ്റ്. അഗെയിൻ ചേഞ്ചസ് ഇൻ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആർ നെഗ്ലിജിബിൾ. ഇനി ക്ലോസ്ഡ് സിസ്റ്റമാണ്, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് മാത്രമേ ഇല്ലൂ. ആ സമയത്ത് ഹീറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഏത് പ്രോപ്പർട്ടിയാണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നതാണ് കണ്ടുപിടിക്കുന്നത്. അഗെയിൻ ഫ്രം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് ആണെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി ഡി വി. ഇക്വേഷൻ അങ്ങനെ മാറും? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി. ഇനി പ്രോസസ് 1-2. പ്രോസസ് 1-2 ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇൻറ്റഗ്രൽ 1 to 2 ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to 2 ഡി യു പ്ലസ് ഇൻറ്റഗ്രൽ 1 to 2 പി ഡി വി. ഓക്കെ, ഇതെന്ത് കിട്ടും? Q12 ഈസ് ഈക്വൽ ടു U2 മൈനസ് U1 പ്ലസ് പി കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. ഓക്കെ, പി കോൺസ്റ്റൻറ്റ് ഇൻറ്റഗ്രൽ ഡി വി. ഇൻറ്റഗ്രൽ ഡി വി എന്താണ്? വി ആണ്. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് V2 മൈനസ് V1 കിട്ടും. ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ PV2 മൈനസ് PV1. ഇനി കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. ഓക്കെ, മീൻസ് P ഈസ് ഈക്വൽ ടു P1 ഈസ് ഈക്വൽ ടു P2. 1-ലായാലും 2-ലായാലും പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ ഈ Pൻ്റെ സ്ഥാനത്ത് ഞാൻ ആദ്യം P2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഈ Pൻ്റെ സ്ഥാനത്ത് P1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കാരണം പ്രഷർ ഈ ഇക്വേഷൻ ഉള്ളതുകൊണ്ട് വേരിയേഷൻ ഒന്നും വരുന്നില്ല. ഓക്കെ, ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ടു വരുന്ന ടേംസൊക്കെ ഒന്നിച്ചാക്കി U2 പ്ലസ് P2 V2 മൈനസ് U1 പ്ലസ് P1 V1. ഓക്കെ, മീൻസ് Q12 ഈസ് ഈക്വൽ ടു ഈ ഒരു ടേം എന്താണ്? U പ്ലസ് PV. എൻതാൾപ്പിയാണ് H2 മൈനസ് H1.
മീൻസ് എന്താ, ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇൻക്രീസസ് എൻതാൽപ്പി ഓഫ് എ ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഓൺലി ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് ഈസ് പ്രസൻറ്റ്. ഓക്കെ, അതായത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് സിസ്റ്റത്തിലോട്ട് ഹീറ്റ് ആഡ് ചെയ്താൽ, സിസ്റ്റത്തിലോട്ട് ഹീറ്റ് കൊടുക്കുന്ന വെച്ചാൽ Q12 പോസിറ്റീവ് ആണ്, അത് പോസിറ്റീവ് ആണെങ്കിൽ H2 ഗ്രേറ്റർ ദാൻ H1 മീൻസ് ദർ ഈസ് എൻ ഇൻക്രീസ് ഇൻ എൻതാൾപ്പി. ഓക്കെ, ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആയിരുന്നു ഡിസംബർ 2015 സ്കീമിലെ ക്വസ്റ്റൻ ആയിരുന്നു. ഇവിടെ നിങ്ങൾ പഠിക്കുന്ന 2019 സ്കീമാണ്. സിലബസിൽ വേരിയേഷൻ ഒന്നുമില്ല. ഓക്കെ, ക്വസ്റ്റൻ ഇതായിരുന്നു: വിച്ച് പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം ഇൻക്രീസസ് വെൻ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ്? ഫസ്റ്റ് വൺ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, സെക്കൻഡ് വൺ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഒരു സിസ്റ്റത്തിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു, ക്ലോസ്ഡ് സിസ്റ്റം. ഓക്കെ, ആ സമയത്ത് ഏത് പ്രോപ്പർട്ടിയാണ് ഇൻക്രീസ് ചെയ്യുന്നത് ചോദിച്ചത്. കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഹീറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഏത് പ്രോപ്പർട്ടിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഹീറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഏത് പ്രോപ്പർട്ടിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി നമുക്കത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഹീറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്ത പ്രോപ്പർട്ടി ഏതായിരുന്നു? ഇൻറ്റേർണൽ എനർജി ആയിരുന്നു. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് ഇൻക്രീസ് ചെയ്ത പ്രോപ്പർട്ടി ഏതായിരുന്നു? എൻതാൾപ്പി ആയിരുന്നു. ഓക്കെ, അടുത്തത് എൻതാൾപ്പി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. എക്സാമിന് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു. എൻതാൾപ്പി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നോക്കാം. സ്പെസിഫിക് എൻതാൾപ്പി H is equal to U plus PV. ഓക്കെ, ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്, ഐഡിയൽ ഗ്യാസ് റിലേഷൻ നിങ്ങൾക്കറിയാം. PV is equal to MRT. P പ്രഷർ, V വോളിയം, M മാസ്, R ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, മാസ് വരുന്ന ഇക്വേഷനിൽ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഓക്കെ, ഇനി യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് വെച്ചുള്ള ഇക്വേഷനാണ് എന്താ വരിക? PV is equal to N into RU into T ആണ്. PV is equal to N number of moles into RU, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ഇൻറ്റു ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, നമ്മളിവിടെ PV is equal to MRT റിലേഷൻ യൂസ് ചെയ്യുന്ന മാസിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. PV by M is equal to RT. V by M എന്താണ്? സ്പെസിഫിക് വോളിയം. PV ആണ്. PV is equal to RT. ഇവിടെ ഈ PVയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? നമുക്ക് RT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്. ഓക്കെ, ദെൻ H is equal to U plus RT. ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി ആയിരിക്കും. മീൻസ് U ഈസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഐഡിയൽ ഗ്യാസിൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി. നമുക്ക് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി റിലേഷൻസ് എന്ന് അത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല. അതേപോലെ ജൂൾ എക്സ്പെരിമെൻ്റ് വഴി പ്രൂവ് ചെയ്ത കാര്യമാണത്. ഐഡിയൽ ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ പ്രകാരം R കോൺസ്റ്റൻ്റ് ആണ്, ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അത് കോൺസ്റ്റൻ്റ് ആണ്. U ഈസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി. ഇത് ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലിയാണ്. R കോൺസ്റ്റൻ്റ് ആണെങ്കിലും പിന്നെ ഇതെന്താ, ടെമ്പറേച്ചർ മാത്രമേ ടേംസ് വരുന്നുള്ളൂ. മീൻസ് എൻതാൾപ്പി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി. ഓക്കെ, ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. അടുത്തത് സ്പെസിഫിക് ഹീറ്റ്. ഓക്കെ, ഡെഫിനിഷനിലോട്ട് കിടക്കുന്നതിന് മുമ്പേ ഞാൻ 1 കിലോഗ്രാം അയൺ എടുത്തിട്ടുണ്ട്. അതേപോലെ 1 കിലോഗ്രാം വാട്ടറും ഉണ്ട്. 20 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിന്ന് 30 ഡിഗ്രി സെൻറ്റിഗ്രേഡിലോട്ട് അതിനെ ഹീറ്റ് ചെയ്യുന്നു. അയണിനെയും വാട്ടറിനെയും ഹീറ്റ് ചെയ്യുന്നു. രണ്ടും ഓരോ കിലോഗ്രാം എടുത്തിരിക്കുന്നത് 20 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിന്ന് 30 ഡിഗ്രി സെൻറ്റിഗ്രേഡിലോട്ട് ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, രണ്ട് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് ആണ്. മീൻസ് ഈ ഒരു ടെമ്പറേച്ചർ ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ സപ്ലൈ ചെയ്യേണ്ട ഹീറ്റ് എന്ന് പറയുന്നത് രണ്ട് സബ്സ്റ്റൻസിനെയും ഡിഫറെൻ്റ് ആണ്. ഇവിടെ വാല്യൂ കാണിച്ചിട്ടുണ്ട്. അയണിൻ്റെത് 4.5 കിലോ ജൂൾ, വാട്ടറിൻ്റെത് 41.8 കിലോ ജൂൾ. മീൻസ് എന്താ, 10 ഡിഗ്രി ടെമ്പറേച്ചർ ചേഞ്ചാണ് രണ്ട് സബ്സ്റ്റൻസിനും വരുന്നത്. അതേപോലെ സെയിം മാസാണ് 1 കിലോഗ്രാം. പക്ഷേ ആ ഒരു ടെമ്പറേച്ചർ ചേഞ്ചിന് കിട്ടാൻ വേണ്ടി സപ്ലൈ ചെയ്യേണ്ട ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. സബ്സ്റ്റൻസ് മാറുന്ന സമയത്ത് അത് മാറി. മീൻസ് എന്താ, ഡിഫറെൻറ്റ് സബ്സ്റ്റൻസിൻ്റെ ഹീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി ആവശ്യമാണ്. ആ പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് ഹീറ്റ്. അതങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഇവിടെ ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് 10 ഡിഗ്രി ചേഞ്ചിനാണ്. സ്പെസിഫിക് ഹീറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1 ഡിഗ്രി ടെമ്പറേച്ചർ റൈസിനാണ്. ഡെഫിനിഷൻ നോക്കാം. സ്പെസിഫിക് ഹീറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദി ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി. യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഹീറ്റ് കൊടുക്കണോ അതാണ് അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ്. ഓക്കെ, എക്സാമ്പിളായിട്ട് 1 കിലോഗ്രാം ഒരു സബ്സ്റ്റൻസ് ഉണ്ട്.
ഓക്കെ, അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 5 കിലോ ജൂളാണ് ഹീറ്റ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എന്തായിരിക്കും? 5 കിലോ ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഓർ 5 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ടെമ്പറേച്ചർ ചേഞ്ച് ആയതുകൊണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡോ കെൽവിനോ സെയിം എഫക്റ്റാണ്. ഓക്കെ, അതായത് ഒരു യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം ഹീറ്റ് കൊടുക്കണം, അതാണ് അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ഇൻ ജനറൽ ദിസ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദ പ്രോസസ് ഈസ് എക്സിക്യൂട്ടഡ്. In thermodynamics, there are two kinds of specific heats. Specific heat at a constant volume and specific heat at a constant pressure. ഈ ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് പ്രോസസ് സ്പെസിഫിക് ഹീറ്റ്സ് ഉണ്ട്. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആൻഡ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം CV. ഓക്കെ, അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദി യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി ആസ് ദ വോളിയം ഈസ് മെയിൻറ്റൈൻഡ് കോൺസ്റ്റൻറ്റ്. ആദ്യത്തൊക്കെ സെയിം തന്നെയാണ്. എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി വെൻ ദ വോളിയം ഈസ് മെയിൻറ്റൈൻഡ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇത് CV ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതാണ്. വോളിയം ഞാൻ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മീൻസ് ഞാനൊരു റിജിഡ് വെസലാണ് എടുക്കുന്നത്. ദർ ഈസ് നോ മൂവിങ് ബൗണ്ടറി, എല്ലാം ഫിക്സഡ് ബൗണ്ടറി ആണ്. മീൻസ് ആ വോളിയം എന്താണ്? കോൺസ്റ്റൻ്റായിട്ടാണ് അവിടെ നിൽക്കുന്നത്. വോളിയത്തിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. 1 കിലോഗ്രാം ഒരു സബ്സ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഹീറ്റ് കൊടുക്കണം, അതാണ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചിരിക്കുന്ന ന്യൂമറിക്കൽ വാല്യൂസ് ഹീലിയം ഗ്യാസിൻ്റെതാണ്. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് ദ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി ആസ് ദി പ്രഷർ ഈസ് മെയിൻറ്റൈൻഡ് കോൺസ്റ്റൻറ്റ്. പ്രഷർ കോൺസ്റ്റൻ്റായി നിൽക്കുന്ന സമയത്ത് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഹീറ്റ് കൊടുക്കണം, അതാണ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഓക്കെ, അഗെയിൻ ഇപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് ചെയ്യാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്? പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ആണ് പിസ്റ്റൺ. ഇനീഷ്യലി ഇതിനൊരു പർട്ടിക്കുലർ പ്രഷർ, യൂണിഫോം പ്രഷർ ഉണ്ട്. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണുള്ളത്. ഓക്കെ, ത്രൂ ഔട്ട് ദ സിസ്റ്റം സെയിം പ്രഷറാണ്. ഞാൻ അതിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ പിസ്റ്റണ ഡിസ്പ്ലേസ് ചെയ്യാൻ വിടുന്നില്ല. പിസ്റ്റൺ അവിടെ സ്റ്റേഷനറിയായി വെക്കുന്നു. ആ സമയത്ത് എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ അതിൻ്റെ ടെമ്പറേച്ചറും കൂടും, പ്രഷറും ഇൻക്രീസ് ആവും. പക്ഷേ എനിക്ക് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് പ്രോസസ്സ് വേണ്ടത്. ഓക്കെ, ആ സമയത്ത് എങ്ങനെയാണ്? പിസ്റ്റൺ ഈ അപ്വാർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗ്യാസ് അതിൻ്റെ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. ഓക്കെ, അതെങ്ങനെയാണ്? പിസ്റ്റൺ അപ്വാർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. പ്രഷർ കോൺസ്റ്റൻ്റായി നിൽക്കുന്ന രീതിയിൽ പിസ്റ്റൺ അപ്വാർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ എന്തായി? ആ പ്രോസസ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സായി. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് 1 ഡിഗ്രി റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ട് 1 ഡിഗ്രി റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഹീറ്റ് കൊടുക്കണം യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിന്, അതാണ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ വാല്യൂസ് നോക്കി നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. CP ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ CV. അതിൻ്റെ കാരണം എന്തായിരിക്കും? ദ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ബിക്കോസ് at a constant pressure the system is allowed to expand and energy for this expansion work must also be supplied to the system. ഇവിടെ സിസ്റ്റത്തിന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം റിജിഡ് വെസലാണ്, വോളിയം കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും വേണം, പിന്നെ ഇത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക? അവിടെ നിന്നൊരു വർക്ക് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിന് സം മാനിപ്പുലേറ്റേഴ്സ് വെക്കുന്നു. പിസ്റ്റണ് സം മാനിപ്പുലേഷൻസ് വരുത്തിയാൽ നമുക്ക് എന്താണ്? അതൊരു വർക്ക് എക്സ്പാൻഷൻ വർക്ക് നമുക്ക് അതിന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. മീൻസ് ഇവിടെ സപ്ലൈ ചെയ്യുന്ന ഹീറ്റിന് 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, അതിൻ്റെ ടെമ്പറേച്ചറും റൈസ് ചെയ്യണം, അതേപോലെ അവർ എക്സ്പാൻഷൻ വർക്കും പെർഫോം ചെയ്യണം. 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ കൊടുക്കുന്ന ഹീറ്റിന് ആകെ ടെമ്പറേച്ചർ റൈസ് ചെയ്താൽ മതി. മീൻസ് ഇവിടെ 2 കാര്യങ്ങൾ വരുന്നത് കൊണ്ട് ആ ടെമ്പറേച്ചർ റൈസ് 1 ഡിഗ്രി ടെമ്പറേച്ചർ റൈസ് വരണമെങ്കിൽ കൂടുതൽ ഹീറ്റ് അവിടെ സപ്ലൈ ചെയ്യണം. കാരണം കൊടുക്കുന്ന ഹീറ്റിൻ്റെ ഒരു പോർഷൻ വർക്ക് എക്സ്പാൻഷൻ വർക്കും കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത്
the system is allowed to expand and energy for this expansion work must also be supplied to the system. കൂടുതൽ ഹീറ്റ് ഇവിടെ സപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് സി പി ഓൾവേസ് ഗ്രേറ്റർ ദാൻ സി വി വരുന്നത്. ഇനി സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡെറിവേഷൻ നോക്കാം. Consider a closed system undergoing a constant volume process in which the only work interaction is displacement work. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം represents the amount of heat transferred to the system during a constant volume process per unit mass per unit degree rise in temperature. ഓൾറെഡി ഡെഫിനേഷൻ തന്നെയാണെന്ന് മാറ്റി എഴുതിയെന്നേ ഇല്ലൂ. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് required to raise the temperature of unit mass of substance by 1 degree when volume is maintained constant. അല്ലെങ്കിൽ എങ്ങനെ പറയാം? It is the amount of heat transferred to the system during a constant volume process per unit mass per unit degree rise in temperature. Amount of heat transfer divided by mass by temperature at a constant volume. അതുതന്നെയാണ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പം സി വി ഞാൻ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ഹീറ്റ്. ഹീറ്റ് എന്ന് പറയുന്നത് ഒരു പാത്ത് ഫങ്ഷനാണ്, സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി അല്ല. നമ്മളിനി എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഈ സി വിനെ നമ്മൾ പ്രോപ്പർട്ടി റിലേഷനാക്കി മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഇൻ ടേംസ് ഓഫ് പോയിൻ്റ് ഫംഗ്ഷൻ. ഹീറ്റ് എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി അല്ല, അതൊരു പാത്ത് ഫംഗ്ഷനാണ്. നമ്മൾ പോയിൻ്റ് ഫംഗ്ഷൻ്റെ ടേംസിലോട്ട് മാറ്റാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ ടേംസിലോട്ട് മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഫ്രം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ, ഓൺലി ഡിസ്പ്ലേസ്മെൻറ്റ് വർക്കാണുള്ളത്. ദെൻ ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി ഡി വി ആണ്. ഓക്കെ, ഫോർ എ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ് ഡി വി ഈസ് ഈക്വൽ ടു 0. ദെൻ ഈ ടേം എന്തായി? 0 ആയി. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡി യു കിട്ടി. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഡെൽറ്റ ക്യൂൻ്റെ സ്ഥാനത്ത് ഡി യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്ത് കിട്ടും? സി വി ഈസ് ഈക്വൽ ടു 1/m ഡി യു ബൈ ഡി ടി. ഓക്കെ, ഇനി ക്യാപിറ്റൽ യു ബൈ എം എന്താണ്? സ്മോൾ യു, സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി. ദാറ്റ് ഈസ് സി വി ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഓക്കെ, ഇല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് അങ്ങനെ എഴുതാം. സി വി ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിനാണ്. ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ് നമുക്ക് അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. സി വി ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഈസ് ഡിഫൈൻഡ് ആസ് ചേഞ്ച് ഓഫ് ഇൻറ്റേർണൽ എനർജി വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വെൻ ദ വോളിയം ഈസ് ഹെൽഡ് കോൺസ്റ്റൻറ്റ്. ഇവിടെ നമ്മൾ ആരെ ടേംസിലുമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇൻ ടേംസ് ഓഫ് പ്രോപ്പർട്ടീസ്. ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതേപോലെ ടെമ്പറേച്ചർ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്, വോളിയം പ്രോപ്പർട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് എന്തായിരിക്കും? സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുന്നതും സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ നേച്ചർ ഓഫ് പ്രോസസ്. ഓക്കെ, അടുത്തത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഇതും എന്താണ്? ഇൻ ടേംസ് ഓഫ് പ്രോപ്പർട്ടീസ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. കൺസിഡർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ് ഇൻ വിച്ച് ഓൺലി ദ വർക്ക് ഇൻട്രാക്ഷൻ ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക്. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ represents the amount of heat transferred to the system at a constant pressure per unit mass per unit degree rise in temperature. Same definition തന്നെയാണ്. Supplied heat divided by mass by temperature difference at a constant pressure process എന്ത് കിട്ടും? സി പിയുടെ വാല്യൂന് കിട്ടും. മുമ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു, രണ്ടും സെയിം എഫക്റ്റ് തന്നെയാണ്, വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്തേ ഇല്ലൂ. അഗെയിൻ ഫ്രം ഫസ്റ്റ് ലോ, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് മാത്രമേ ഉള്ളൂ. ഡെൽറ്റ ഡബ്ല്യു എന്ത് എഴുതാം? പി ഡി വി എന്ന് എഴുതാം. ഓക്കെ, ഈ ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി. ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ഞാൻ വി ഡി പി എന്ന് പറഞ്ഞൊരു ടേം ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വി ഡി പി എന്ന് പറഞ്ഞ ടേം ആഡ് ചെയ്യുന്നു. വാല്യൂവിന് ചേഞ്ച് വരുക ഇല്ല. വി ഡി പി എന്ന് വെച്ചാൽ ഡി പി എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ് ഇവിടെ. ഡി പി ചേഞ്ച് ഇൻ പ്രഷർ എന്ന് വെച്ചാൽ 0 മീൻസ് ഞാൻ റൈറ്റ് സൈഡിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 0 ആണ്. ഓക്കെ, ചേഞ്ച് വരില്ല, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ് ആയതുകൊണ്ട്.
ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങനെ ചെയ്താൽ പി ഡി വി പ്ലസ് വി ഡി പി എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ യൂസ് ചെയ്താൽ ഡി ഓഫ് പി വി എന്ന് എഴുതാം. ഇത് എക്സ്പാൻഡ് ചെയ്താൽ എന്താ കിട്ടുക? പി ഇൻറ്റു ഡി വി പ്ലസ് വി ഇൻറ്റു ഡി പി തന്നെയാണ്. ഓക്കെ, ഇനി ഡി യു പ്ലസ് ഡി പി വി. ഓക്കെ, ഇതിനെ ക്ലബ് ചെയ്തിട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട് ഡി ഓഫ് യു പ്ലസ് പി വി. യു പ്ലസ് പി വി എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് ആണ്. മീൻസ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡി എച്ച്. ഇക്വേഷൻ നമ്പർ 4. ഇനി ഇക്വേഷൻ നമ്പർ 4 ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. മീൻസ് നമ്മുടെ സി പി ഇസ് ഈക്വൽ ടു 1/m ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന അവിടെ ഡെൽറ്റ ക്യൂൻ്റെ സ്ഥാനത്ത് ഡി എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത എക്സ്പ്രഷനാണ് കാണുന്നത്. ഇനി എച്ച് ബൈ എം എന്താണ്? ക്യാപിറ്റൽ എച്ച് ബൈ എം എന്ന് പറയുന്നത് സ്മോൾ എച്ച് ആണ്. സി പി ഇസ് ഈക്വൽ ടു ഡി എച്ച് ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ടേംസിൽ അങ്ങനെ ഏതാ? സി പി ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഓക്കെ, അല്ലെങ്കിൽ സി പി അങ്ങനെ ഡിഫൈൻ ചെയ്യാം. സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ചേഞ്ച് ഓഫ് സ്പെസിഫിക് എൻതാൾപ്പി വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വെൻ പ്രഷർ ഈസ് ഹെൽഡ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇതാണ് സി പി. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും സ്പെസിഫിക് എൻതാൾപ്പി എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്, ടെമ്പറേച്ചർ പ്രോപ്പർട്ടിയാണ്, പ്രഷർ പ്രോപ്പർട്ടിയാണ്. ദെൻ സി പി എന്തായിരിക്കും? അതൊരു പ്രോപ്പർട്ടി ആയിരിക്കും. ഓക്കെ, സി പി എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്, ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പ്രോസസ്. അടുത്തത് സ്പെസിഫിക് ഹീറ്റ് റിലേഷൻസ് ഓഫ് ഐഡിയൽ ഗ്യാസ്. ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് ഇൻറ്റേർണൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി. ഐഡിയൽ ഗ്യാസിന് ഇൻറ്റേർണൽ എനർജി ആയാലും എൻതാൾപ്പി ആയാലും ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്. ദെൻ നമുക്ക് സി വി ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് വി. അതങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. സി വി ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി ടി. ഓക്കെ, ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ ഇൻറ്റേർണൽ എനർജി. ദെൻ ഈ പാർഷ്യൽ ഡെറിവേറ്റീവിനെ കംപ്ലീറ്റ് ഡെറിവേറ്റീവ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. സി വി ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ ഡി യു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്തായിരിക്കും? സി വി ഡി ടി ആയിരിക്കും ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ. അതേപോലെ എൻതാൾപ്പി എങ്ങനെ എഴുതാം? സി പി ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ ടി അറ്റ് പി. എൻതാൾപ്പി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി. ദെൻ സി പി ഇസ് ഈക്വൽ ടു ഡി എച്ച് ബൈ ഡി ടി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡി എച്ച് ഇസ് ഈക്വൽ ടു സി പി ഡി ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സി പി ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് വി. സി വി അല്ലെങ്കിൽ സി പി എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ നമ്മളിപ്പം സി വി ആയാലും സി പി ആയാലും എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുത്തത് എന്തായിരുന്നു? ഒന്ന് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് കൺസിഡറേറ്റ് ആയിരുന്നു, അടുത്തത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് കൺസിഡറേറ്റ് ആയിരുന്നു. മീൻസ് അത് ആ ഒരു പ്രോസസ്സിന് മാത്രമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന മീനിങ് അല്ല. കാരണം നമുക്കിപ്പോൾ സി വിയുടെ ഫൈനൽ എക്സ്പ്രഷൻ കിട്ടിയ സമയത്ത് എന്ത് മനസ്സിലായി? അത് ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി ആണെന്ന് മനസ്സിലായി. അതായത് സി പി ആയാലും സിസ്റ്റത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി ആണെന്ന് അവിടെ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ദെൻ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പ്രോസസ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത്. അത് ആരാ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യില്ല? സ്റ്റേറ്റ് പോയിന്റ്. ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് പോയിന്റിൽ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന് നമുക്കൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, സി വിയും സി പിയും പ്രോപ്പർട്ടി ആയതുകൊണ്ട് അറ്റ് സ്റ്റേറ്റ് പോയിന്റ് അതിനൊരു വാല്യൂ ഉണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ ഏത് പ്രോസസ്സ് വഴി അവിടെ എത്തിയാലും ആ വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ, പിന്നെ കോൺസ്റ്റൻറ്റ് വോളിയം, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. ആ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സായിട്ടുള്ള റിലേഷൻ എന്താണ്? ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സി വി എന്ന് പറഞ്ഞാൽ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിലാണ്. സി പി എന്ന് പറഞ്ഞാൽ വാല്യൂ. ഓക്കെ, അതിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിനാണ്. ഒരിക്കൽ അത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. പിന്നെ അത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രോസസ്സ്. ഓക്കെ, ആ ഒരു ഫിസിക്കൽ മീനിങ് ഓക്കെ അത് ഉണ്ടായിരിക്കണം. ഇനി ഐഡിയൽ ഗ്യാസ് എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് ആർ ടി. ഓക്കെ, യു പ്ലസ് പി വി ആയിരുന്നു സ്പെസിഫിക് എൻതാൾപ്പി, യു പ്ലസ് പി വി ആയിരുന്നു. എൻ്റെ സ്ഥാനത്ത് പി വിയുടെ സ്ഥാനത്ത് ആർ ടി ചെയ്ത് ഓൾറെഡി കണ്ടതാണ്. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഡി എച്ച് ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് ആർ ഡി ടി. ഓക്കെ, ആർ കോൺസ്റ്റൻ്റ് ആണ്. ഡി എച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഐഡിയൽ ഗ്യാസിന് സി പി ഡി ടി ആണ്. ഡി യു എന്ന് പറയുന്നത് സി വി ഡി ടി ആണ്. ഓക്കെ, ദെൻ ഡി ടി ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ ഓർ സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടും ഐഡിയൽ ഗ്യാസിന്. ഓക്കെ, അല്ലെങ്കിൽ സി പി എയറിൻ്റെ സി പി എന്താണ്? 1005 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. സി വി എന്ന് പറയുന്നത് 718 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അതേപോലെ ആർ ഈസ് ഈക്വൽ ടു സി പി മൈനസ് സി വി എത്രയാണ്? 287 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഓക്കെ, 285 അല്ല 287 ആണ്.